ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ദൃശ്യം 3യുടെ 5ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് സിനിമയ്ക്ക് തിങ്കളാഴ്ച എങ്ങനെയുണ്ട് കളക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ മികച്ച കളക്ഷൻ തന്നെയാണ്. ഒരു ഇടിവ് പ്രതീക്ഷിച്ചിരുന്നു, അതേ രീതിയിൽ തന്നെ ഉണ്ടെങ്കിലും വലിയ കളക്ഷൻ തന്നെയാണ്. 1991 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 5,93,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 6.5 കോടിക്ക് മുകളിലാണ്. ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 7 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 3,57,000 ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയത്. അതായത് ഈ ഒരു സിനിമയുടെ 5ാം ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയാണ് നമ്മളിവിടെ പറയുന്നത്. അതും തിയേറ്റർ ഓക്യുപ്പൻസി ഒരു വർക്കിംഗ് ഡേയിലും 66% ഉണ്ട് എന്നുള്ളതും വലിയ സംഭവം തന്നെയാണ്. ഇവിടെ നമുക്ക് ദൃശ്യത്തിൻ്റെ ഇതുവരെയുള്ള ഓഡിയൻസ് എത്രയാണെന്ന് നോക്കാം. 26 ലക്ഷത്തോളം ഓഡിയൻസാണ് ഈ സിനിമ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊണ്ട് കണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഇനി മറ്റ് അപ്ഡേറ്റുകളിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ 38,93,00,000 രൂപ ആണ് ട്രാക്ഡ് കളക്ഷൻ എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ ഉള്ള ട്രാക്ഡ് കളക്ഷൻ എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. എന്താണേലും 42 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഒറിജിനലായിട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഷെയറായിട്ട് 20 കോടി എത്തി എന്നുള്ളതാണ് ഇവിടെ അവർ പറയുന്നത്. എമ്പുരാൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ ഒരു സിനിമ എത്തി നിൽക്കുന്നത്. ഇനി ഈ ഒരു സിനിമ 144 കോടിയാണ് നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഫിഗർ പോലെ തന്നെ 144 കോടിയാണ് 4 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ 150 കോടി കടന്നിരിക്കുന്നു. അതായത് 4 ദിവസം കൊണ്ട് തന്നെ കടന്നു എന്ന് പറയാം. അടുത്ത ദിവസത്തെ, അതായത് 5ാം ദിവസത്തെ കളക്ഷൻ കൂടെ കൂടുന്നതിന് മുമ്പ് തന്നെ, അതായത് പ്രീ സെയിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇന്നത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട്. അതോടെ 154 കോടിയോളമായിരിക്കാം 5 ദിവസത്തെ കളക്ഷനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വരാൻ പോകുന്നത്. ദൃശ്യം 3യുടെ തെലുങ്ക് കളക്ഷൻ പുറത്ത് വന്നിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് 6.5 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഷെയറായിട്ട് 3,20,00,000 രൂപ നേടി. ഞായറാഴ്ച സിനിമയ്ക്ക് 1,40,00,000 രൂപയാണ്. ഇന്നും 1 കോടിയോളം ഉണ്ടാകുമെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തെലങ്കാനയിൽ 4 കോടി എത്തിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ 2.5 കോടിയോളമാണ് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇനി നേരെ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ 5 കോടി കടന്നിരിക്കുന്നു 4 ദിവസം കൊണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഷെയറായിട്ട് 2,24,00,000 രൂപയും ഞായറാഴ്ച 1,38,00,000 രൂപയുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് കർണാടകത്തിൽ നിന്നും വന്നിരിക്കുന്നത്. 10 കോടിക്കടുത്ത് 9,71,00,000 രൂപ 5ാം ദിവസം കൊണ്ട് സിനിമ 10 കോടി കടന്നിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി 4.5 കോടിയും എക്സലൻറ്റ് സൺഡേ എന്ന് തന്നെ പറയാം 2,30,00,000 രൂപയുമാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 150 കോടി കടന്ന ചിത്രം ഈ ശനി ഞായറോടുകൂടി ഏകദേശം 220 കോടിക്ക് മുകളിലേക്കെത്തും. വരുന്ന ഇനിയുള്ള 2 ദിവസങ്ങൾ, ബുധൻ വ്യാഴം ദിവസങ്ങൾ പെരുന്നാൾ ദിനങ്ങളായതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നും ബുക്കിംഗ് 10,000-ന് മുകളിലാണ് മണിക്കൂറിൽ ഉണ്ടായിരുന്നത്. ദൃശ്യം 3 അമ്മാതിരി കൊലത്തൂക്കാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഇന്നലത്തെ ഫൈനലായി വന്നത് 9.5 കോടിക്ക് മുകളിലായിരുന്നു. ഇന്നലെ 5,35,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇതിനോടകം തന്നെ 12,800ഓളം ഷോകളും സിനിമയുടേതായി കഴിഞ്ഞിരിക്കുന്നു. ഓവറോൾ ഓക്യുപ്പൻസി ആയിട്ട് 75% സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നും നൈറ്റ് ഷോസും ഒക്കെ, അല്ലെങ്കിൽ ഈവനിങ് ഷോസും എല്ലാം ഭീകര തിരക്ക് തന്നെയാണ്. വർക്കിംഗ് ഡേ ആയിട്ട് മോർണിംഗിലെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അവിടെയും നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം 6ാം ദിനത്തിലെ പ്രീ സെയിൽ മാത്രമായി 2 കോടി കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും 1 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള അപ്ഡേറ്റുകളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ഗ്രേ മീഡിയാസ്.